നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ LP UPയുടെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവരണങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ. നമ്മൾ Day 1 Day 2 എന്നൊരു ഓർഡറിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലിഥിയം അയോൺ ബാറ്ററികൾക്ക് പകരം പരിസ്ഥിതി സൗഹൃദപരമായി ഉപയോഗിക്കാമെന്ന് പുതിയതായി കണ്ടെത്തിയത് ഏത് ലോഹ ആനോഡുകളെയാണ്? ഓപ്ഷൻസ് എ സിങ്ക്, ബി മഗ്നീഷ്യം, സി സോഡിയം, ഡി പൊട്ടാസ്യം. ആൻസർ ഏതാണ്? ആൻസർ സി ആണ്, സോഡിയം. അങ്ങനെയെങ്കിൽ വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയാത്ത സെല്ലുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? വീണ്ടും ചാർജ് ചെയ്ത്, അതായത് ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനത്തെ സെല്ലുകൾ നമുക്ക് എന്തെന്ന് വിളിക്കാം? പ്രൈമറി സെല്ലുകൾ എന്ന് വിളിക്കാം. വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയാത്ത സെല്ലുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പ്രൈമറി സെല്ലുകൾ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന സെല്ലുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സെക്കൻഡറി സെല്ലുകൾ എന്ന് വിളിക്കാം. സെക്കൻഡറി സെല്ലുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? നിക്കൽ കാഡ്മിയം സെല്ലും ലിഥിയം അയോൺ സെല്ലുമാണ്. വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന സെല്ലുകളെ നമ്മൾ എന്തെന്ന് വിളിക്കാം? സെക്കൻഡറി സെല്ലുകൾ എന്നാണ് വിളിക്കുന്നത്. സെക്കൻഡറി സെല്ലുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ടായിരുന്ന ലിഥിയം അയോൺ സെല്ലും രണ്ടാമത്തേതാണ് നിക്കൽ കാഡ്മിയം സെല്ലുമാണ്. ഏതാണ്? നിക്കൽ കാഡ്മിയം സെല്ലും ലിഥിയം അയോൺ സെല്ലുമാണ്. ഇനി ഗാൽവനിക് സെല്ലുകളിലെ ഒരു നൂതന ആശയം എന്നറിയപ്പെടുന്ന സെല്ലാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. ഗാൽവനിക് സെല്ലുകളിലെ ഒരു നൂതന ആശയം എന്നറിയപ്പെടുന്ന സെല്ലാണ് ഏത്? ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. ഹൈഡ്രജൻ വാതകവും ഓക്സിജൻ വാതകവും ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക സംവിധാനത്തിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകളാണ് നമ്മുടെ ഈ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല്. എന്താണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹൈഡ്രജൻ വാതകവും ഓക്സിജൻ വാതകവും ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക സംവിധാനത്തിലൂടെ എന്തുൽപ്പാദിപ്പിക്കുന്നത്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. ഇനി എവിടെയായിരിക്കും ഈ ഫ്യൂവൽ സെല്ലുകൾ ഉപയോഗിക്കുന്നത്? ബഹിരാകാശ വാഹനങ്ങളിലും അന്തർവാഹിനികളിലുമാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഫ്യൂവൽ സെല്ലുകൾ ഉപയോഗിക്കുന്നത്. രാസോർജം വൈദ്യുതോർജമായും വൈദ്യുതോർജം രാസോർജമായി മാറുന്ന സംവിധാനത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? വൈദ്യുത രാസ സെൽ എന്ന് പറയാം. രാസോർജം എന്തായിട്ട് മാറുന്നത്? വൈദ്യുതോർജവും വൈദ്യുതോർജം തിരിച്ചെന്തായി മാറുന്നു? രാസോർജവുമായി മാറുന്ന സംവിധാനത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? വൈദ്യുത രാസ സെൽ എന്ന് വിളിക്കാം. അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? നമുക്ക് ഒരു ബാറ്ററി വീണ്ടും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയാത്തതിനെ, വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റാത്തതിനെ നമ്മൾ എന്ത് സെല്ലെന്ന് പറയുന്നത്? പ്രൈമറി സെൽ എന്ന് പറയുന്നു. വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന സെല്ലുകൾ നമ്മൾ എന്ന് വിളിക്കുന്നു? സെക്കൻഡറി സെല്ലുകൾ എന്ന് വിളിക്കുന്നു. സെക്കൻഡറി സെല്ലുകൾക്ക് ഉദാഹരണം ഏതൊക്കെയായിരുന്നു? ലിഥിയം അയോൺ സെല്ലും നിക്കൽ കാഡ്മിയം സെല്ലുമാണ്. ഇനി ഗാൽവനിക് സെല്ലുകളിലെ പുതിയൊരു ആശയമാണ് ഏത്? ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല്. ഹൈഡ്രജൻ വാതകവും ഓക്സിജൻ വാതകവും ഉപയോഗിച്ച് പ്രത്യേക സംവിധാനത്തിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകളാണ് എന്ത്? ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല്. ഇനി ഈ ഫ്യൂവൽ സെല്ലുകൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞത്? നമ്മൾ ബഹിരാകാശ വാഹനങ്ങളിലും അന്തർവാഹിനികളുമാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ രാസോർജം വൈദ്യുതോർജമാക്കി മാറ്റാനും വൈദ്യുതോർജം രാസോർജമാക്കി മാറ്റുന്ന അല്ലെങ്കിൽ മാറുന്ന സംവിധാനത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? വൈദ്യുത രാസ സെല്ലെന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ. രണ്ടാമത്തെ ചോദ്യം, ഡിസംബർ 5 പ്രാധാന്യം എന്താണെന്ന്? ഡിസംബർ 5 ലോക മണ്ണ് ദിനം, ലോക തണ്ണീർത്തട സംരക്ഷണ ദിനം, പരിസ്ഥിതി ദിനം, ജൈവ വൈവിധ്യ സംരക്ഷണ ദിനം. ഏതായിരിക്കും ആൻസർ? ആൻസർ എ ആണ്, ലോക മണ്ണ് ദിനം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് അന്താരാഷ്ട്ര ദിനങ്ങളൊന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഈ ഒരു ചാർട്ടിലേക്ക് നോക്കിക്കേ. ജനുവരി 1 ആഗോള കുടുംബ ദിനം. ജനുവരി 1 ആഗോള കുടുംബ ദിനം. ജനുവരി 30 ലോക കുഷ്ഠരോഗ നിവാരണ ദിനം. ജനുവരി 30 ലോക കുഷ്ഠരോഗ നിവാരണ ദിനം. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ഫെബ്രുവരി 4 ലോക അർബുദ ദിനം. ഫെബ്രുവരി 4 ലോക അർബുദ ദിനം. ഫെബ്രുവരി 12 ഡാർവിൻ ദിനം.
ഫെബ്രുവരി 12 ഡാർവിൻ ദിനം. ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനം. ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനം. ഫെബ്രുവരി 20 ലോക സാമൂഹിക നീതി ദിനം. ഫെബ്രുവരി 20 ലോക സാമൂഹിക നീതി ദിനം. ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനം. ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനം. മാർച്ച് 3 ലോക വന്യജീവി ദിനം. മാർച്ച് 3 ലോക വന്യജീവി ദിനം. മാർച്ച് 20 ലോക സന്തോഷ ദിനം. മാർച്ച് 20 ലോക സന്തോഷ ദിനം. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. മാർച്ച് 22 ലോക ജലദിനം. ഏപ്രിൽ 18 ലോക പൈതൃക ദിനം. ഏപ്രിൽ 18 ലോക പൈതൃക ദിനം. മെയ് 1 തൊഴിലാളി ദിനം, ലോക തൊഴിലാളി ദിനം. മെയ് 3 ലോക സൗരോർജ്ജ ദിനം. ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനം. ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനം. ഓഗസ്റ്റ് 22 ലോക നാട്ടറിവ് ദിനം. ഓഗസ്റ്റ് 22 ലോക നാട്ടറിവ് ദിനം. സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ വിരുദ്ധ ദിനം. സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ വിരുദ്ധ ദിനം. സെപ്റ്റംബർ 21 ലോക സമാധാന ദിനം. സെപ്റ്റംബർ 21 ലോക സമാധാന ദിനം. ഒക്ടോബർ 16 ലോക ഭക്ഷ്യ ദിനം. ലോക ഭക്ഷ്യ ദിനം ഒക്ടോബർ 16. നവംബർ 19 പുരുഷ ദിനം. നവംബർ 19 പുരുഷ ദിനം. നവംബർ 30 ലോക കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം. നവംബർ 30 ഏതാണ്? ലോക കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം. ഡിസംബർ 5 അന്താരാഷ്ട്ര മണ്ണ് ദിനം. ഇതൊക്കെയാണ് അന്താരാഷ്ട്ര ദിനങ്ങൾ. പ്രധാനപ്പെട്ടത് ഓർത്തിരിക്കാം. ഒന്ന് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിനകത്ത് മിക്കപ്പോഴും ചോദിക്കാറുള്ളതാണ് മാർച്ച് 22 ജലദിനം എന്നാണെന്നുള്ളതും, അതുപോലെ തന്നെ മണ്ണ് ദിനം ഡിസംബർ 5 നമ്മളിപ്പോൾ ചോദിച്ചില്ലേ, അതും മണ്ണ് ദിനം എന്നാണെന്നുള്ളതും ഇടയ്ക്കിടയ്ക്ക് കൂടുതലും ചോദിക്കാറുള്ളത് ഈ മാർച്ച് 22 ജലദിനമാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് പഠിച്ചു വെക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഗന്ധം തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന ഭാഗമായ ജേക്കബ്സൺസ് ഓർഗൻ കാണപ്പെടുന്ന ജീവി ഏത്? ഗന്ധം തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന ഭാഗമായ ജേക്കബ്സൺസ് ഓർഗൻ കാണപ്പെടുന്ന ജീവി ഏതാണെന്ന്. ഓപ്ഷൻസ് എ ഷഡ്പദങ്ങൾ, ബി ആമ, സി സ്രാവ്, ഡി പാമ്പ്. ഏതായിരിക്കും ആൻസർ? ആൻസർ ഡി ആണ്, പാമ്പ്. എല്ലാ പാമ്പുകളിലും പല്ലികളിലും പ്രവർത്തിക്കുന്ന ഒരു അവയവമാണ് ഏത്? ജേക്കബ്സൺസ് ഓർഗൻ. എല്ലാ പാമ്പുകളിലും പല്ലികളിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു അവയവമാണ് ഏത്? ജേക്കബ്സൺസ് ഓർഗൻ. ജേക്കബ്സൺസ് ഓർഗൻ എന്തിനാണ്? ഗന്ധം തിരിച്ചറിയുന്നതിന് സഹായിക്കുന്നതിന് ഭാഗമായ ഒരു ഓർഗനാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 6 കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്ന്? 6 കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്ന്. ഓപ്ഷൻസ് എ കാൾ വൗസ്, ബി റോബർട്ട് എച്ച് വിറ്റാഗർ, സി ജോൺ റേ, ഡി കാൾ ലിനസ്. ഏതായിരിക്കും ആൻസർ? ആൻസർ എ ആണ്, കാൾ വൗസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് വർഗീകരണ ശാസ്ത്രം എന്താണെന്നും വർഗീകരണ ശാസ്ത്രത്തിൻ്റെ ഇത്രയും നാൾ ആരൊക്കെയാണ് ശ്രദ്ധേയമായ സംഭാവന നൽകിയ കുറേ ശാസ്ത്രജ്ഞരുണ്ട്. അപ്പോൾ അവരെയൊക്കെ കുറിച്ച് നമുക്കൊന്ന് പഠിച്ചിട്ട് വരാം. സസ്യ ജന്തുജാലങ്ങളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ശാസ്ത്രീയ സൂചകങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടാക്സോണമിക് കീകൾ എന്ന് വിളിക്കുന്നത്. സസ്യ ജന്തുജാലങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് അവരെ വർഗീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ശാസ്ത്രീയ സൂചകങ്ങളാണ് ഏത്? ടാക്സോണമിക് കീകൾ. ഏറ്റവും പ്രചാരത്തിലുള്ള ടാക്സോണമിക് കീകളിൽ ഒന്നാണ് ഡൈക്കോട്ടമസ് കീകൾ. ഏറ്റവും പ്രചാരത്തിലുള്ള ടാക്സോണമിക് കീകളിൽ ഒന്നാണ് ഏത്? ഡൈക്കോട്ടമസ് കീകൾ. ജീവികളുടെ പുതിയ സവിശേഷതകൾ കൂടി ഉൾപ്പെടുത്തി ടാക്സോണമിക് കീകൾ നിരന്തരം എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നു? പുതുക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? സസ്യ ജന്തുജാലങ്ങളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ശാസ്ത്രീയ സൂചകമാണ് ഏത്? ടാക്സോണമിക് കീകൾ. അതിലേറ്റവും പ്രചാരത്തിലുള്ളത് ഏതാണ്? ഡൈക്കോട്ടമസ് കീകൾ. ഇനി ഇത് എന്താണ്? ജീവികളുടെ പുതിയ സവിശേഷതകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ടാക്സോണമിക് കീകൾ എങ്ങനെയായിരിക്കും? നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ഈ വർഗീകരണ ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ?
ജീവികളെ തിരിച്ചറിഞ്ഞ് സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരം തിരിക്കുകയും ശാസ്ത്രീയമായി പേര് നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖേനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വർഗീകരണ ശാസ്ത്രമെന്ന് വിളിക്കുന്നത്. വർഗീകരണ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിളാണല്ലേ. എന്താണ്? നമ്മൾ ജീവികളെ തിരിച്ചറിഞ്ഞിട്ട് അവരുടെ സമാനതകളും അതുപോലെ തന്നെ വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നു. ഇപ്പോൾ കോഴി, ആട് ഇതിനൊക്കെ തരംതിരിച്ച് പറയുന്നു. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? വർഗീകരണ ശാസ്ത്രമെന്ന് പറയുന്നു. വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? കാൾ ലിയനസ് ആണ്. വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? കാൾ ലിയനസ് ആണ്. ഓർത്തിരിക്കേണ്ടതാണ് കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? 6 കിണ്ഡത്തിന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു എന്നാണ്. അതാരായിരുന്നു? വൗസ് ആയിരുന്നു അല്ലേ. കാൾ വൗസോ ആയിരുന്നു 6 കിണ്ഡത്തിന്റെ ഉപജ്ഞാതാവ്. ഇനി അപ്പോൾ ജീവികളെ ഇങ്ങനെ തരം തിരിച്ചെടുക്കുന്നതിനെ നമ്മൾ വർഗീകരണം എന്ന് പറഞ്ഞു. അപ്പോൾ വർഗീകരണത്തിനായിട്ട് പഠന വിധേയമാക്കുന്ന ഘടകങ്ങൾ എങ്ങനെയാണ് വർഗീകരിക്കുന്നതെന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കാം ജീവികളെ വർഗീകരിക്കുന്നത്? ഒന്നാമത്തേന്ന് പറയുന്നത് ജീവികളുടെ ഭാഗ്യഘടന, അവരെങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് അവരുടെ ആന്തരഘടന, പിന്നെയോ ജനിതക ഘടന, നാലാമത്തെ സ്വഭാവ സവിശേഷതകൾ, ആറാമത്തത് ജീവികളുടെ പരിണാമ ചരിത്രം. അപ്പം എങ്ങനെയാണ് ഒരു ജീവിയെ വർഗീകരിക്കുന്നത്? അതിന് പഠന വിധേയമാക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഭാഗ്യഘടന, ആന്തരിക ഘടന, പിന്നെ ജീവികളുടെ ജനിതക ഘടന, സ്വഭാവ സവിശേഷതകൾ, പരിണാമ ചരിത്രം എന്നിവയിലൂടെയാണ് ഓരോ ജീവികളെയും നമ്മൾ എന്ത് ചെയ്യുന്നത്? വർഗീകരിക്കുന്നത്. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ജീവികളൊക്കെ വർഗീകരിക്കുന്നത്? അതായത് സാമ്യ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരത്തിലുള്ള വർഗീകരണം ജീവജാലങ്ങളെക്കുറിച്ചുള്ള പഠനം നമുക്ക് എങ്ങനെയാക്കി തരും? എളുപ്പമാക്കാനും ലളിത ഘടനയിൽ നിന്നും സങ്കീർണ ഘടനയിലേക്കുള്ള അവയുടെ പരിണാമഘട്ടത്തെ പറ്റി വിശദീകരിക്കാനും നമ്മളെ ഈ വർഗീകരണ ശാസ്ത്രം സഹായിക്കുന്നു. അല്ലെങ്കിൽ വർഗീകരണം കൊണ്ട് നമ്മളെ ഈ ജീവികളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് സഹായിക്കുന്നു. ഈ വർഗീകരണ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കുറേ സയൻറ്റിസ്റ്റുകളുടെ സംഭാവനകളുണ്ട്. അപ്പോൾ അതിനകത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തികളാണ് ആരൊക്കെ? അരിസ്റ്റോട്ടിൽ, തിയോഫ്രാറ്റസ്, ചരകൻ, ജോൺ റേ, കാൾ ലിയനസ്. അപ്പോൾ ഇവരെ കുറിച്ചിട്ടും ഈ ഒരു സയൻറ്റിസ്റ്റുകളെ കുറിച്ചിട്ടും നമുക്കൊന്ന് പഠിച്ചു വെക്കാം. അപ്പോൾ ആദ്യത്തെ ആളാണ് അരിസ്റ്റോട്ടിൽ. അദ്ദേഹം ഗ്രീസുകാരനാണ്. ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് BC 384 മുതൽ 322 വരെയാണ്. ജീവശാസ്ത്രത്തിൻ്റെ പിതാവാണ് അരിസ്റ്റോട്ടിൽ. അപ്പോൾ ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരം തിരിച്ചതും ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? അരിസ്റ്റോട്ടിൽ. ഇനി ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തിരിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. അടുത്ത ആളാണ് തിയോഫ്രാറ്റസ്. അദ്ദേഹം ഗ്രീസുകാരനാണ്. BC 371 മുതൽ 287 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം. സസ്യശാസ്ത്രത്തിൻ്റെ പിതാവാണ് തിയോഫ്രാറ്റസ്. സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്നിങ്ങനെ തരംതിരിച്ചു. സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? തിയോഫ്രാറ്റസ് ആണ്. സസ്യങ്ങളെ എങ്ങനെ തിരിച്ചു? ഏകവർഷികളെന്നും ദ്വിവർഷികളെന്നും ബഹുവർഷികളെന്നും തരംതിരിച്ചത് ആരാണ്? തിയോഫ്രാറ്റസ് ആണ്. ഇനി അടുത്തത് ചരകൻ. ചരകൻ നമ്മുടെ രാജ്യക്കാരനാണ്. AD 1-ാം നൂറ്റാണ്ടാണ്. ആയുർവേദത്തിൻ്റെ പിതാവാണ് ചരകൻ. 200ഓളം സസ്യജന്തുജാലങ്ങളെ ഉൾപ്പെടുത്തി ചരക സംഹിത എന്ന ഗ്രന്ഥം രചിച്ചു. അപ്പോൾ ആരാണ് ആയുർവേദത്തിൻ്റെ പിതാവ്? ചരകനാണ്. 200ഓളം സസ്യജന്തുജാലങ്ങൾ ഉൾപ്പെടുത്തി ഏത് ഗ്രന്ഥമാണ് അദ്ദേഹം രചിച്ചത്? ചരക സംഹിത. അടുത്ത ആളാണ് ജോൺ റേ. അദ്ദേഹം ഇംഗ്ലണ്ടുകാരനാണ്. AD 1627 മുതൽ 1705 വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം. സ്പീഷ്യസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജോൺ റേ ആണ്. 18,000-ലധികം സസ്യങ്ങളെ ഹിസ്റ്റോറിയ ജനാറലിസ് പ്ലാന്റേറം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തി. അപ്പോൾ സ്പീഷ്യസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ജോൺ റേ ആണ്. 18,000-ലധികം സസ്യങ്ങളെ ഹിസ്റ്റോറിയ ജനാറലിസിസ് പ്ലാന്റേറം എന്ന പുസ്തകത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതാണ് കാൾ ലിയനസ്. സ്വീഡൻകാരനാണ്. AD 1707 മുതൽ 1778 വരെയാണ് ജീവിത കാലയളവ്. ആരാണ് കാൾ ലിയനസ്? വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവാണ്. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. വ്യത്യസ്ത വർഗീകരണ തലങ്ങൾ നിർദ്ദേശിച്ചു. ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചു.
എന്താണ് കാൾ ലിനിയസ് നൽകിയ സംഭാവന? ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? കാൾ ലിയനസ്. വ്യത്യസ്ത വർഗീകരണ തലങ്ങൾ നിർദ്ദേശിച്ചു. ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചു. ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കേ. ലിയനസ് നിർദ്ദേശിച്ച വർഗീകരണ തലങ്ങളാണ് സ്പീഷ്യസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഇനി നമുക്ക് ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. അപ്പോൾ വർഗീകരണത്തിൻ്റെ അടിസ്ഥാന തലം ഏതായിരിക്കും? ഏറ്റവും താഴെ കിടക്കുന്നത് ഏതാണ്? സ്പീഷ്യസ് ആണ്. അപ്പോൾ വർഗീകരണത്തിൻ്റെ അടിസ്ഥാന തലം എന്ന് പറയുന്നത് ഏതാണ്? സ്പീഷ്യസ് ആണ്. അപ്പോൾ സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണമാണ് എന്ത്? സ്പീഷ്യസ്. എന്താണ് സ്പീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണമാണ് എന്ത്? സ്പീഷ്യസ് എന്ന് പറയുന്നത്. ഒരേ സ്പീഷ്യസിൽ ഉൾപ്പെടുന്ന അംഗങ്ങൾ തമ്മിൽ സവിശേഷതകളിൽ വളരെയേറെ എന്തുണ്ടായിരിക്കും? സാമ്യം ഉണ്ടായിരിക്കും. ഒരേ സ്പീഷ്യസിൽ ഉൾപ്പെടുന്ന അംഗങ്ങൾ തമ്മിൽ അവരുടെ സവിശേഷതകൾ എങ്ങനെയായിരിക്കും? അവർ തമ്മിലുള്ള സവിശേഷതകൾ അവർ തമ്മിൽ കുറേ സാമ്യം ഉണ്ടായിരിക്കും. ഇനി അടുത്ത ഇതാണ് ഏത്? ജീനസ്. സമാന സ്പീഷ്യസുകൾ ചേർന്നുണ്ടാകുന്ന ജീവികളുടെ കൂട്ടമാണ് ഏത്? ജീനസ്. സമാനമായ സ്പീഷ്യസുകൾ ചേർന്നുണ്ടാകുന്ന ജീവികളുടെ കൂട്ടത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സ്പീഷ്യസ് എന്ന് പറയാം. ജീനസുകൾ ചേർന്ന് ഫാമിലിയും, ഫാമിലികൾ ചേർന്ന് ഓർഡറും, ഓർഡറുകൾ ചേർന്ന് ക്ലാസും, ക്ലാസുകൾ ചേർന്ന് ഫൈലവും, ഫൈലങ്ങൾ ചേർന്ന് കിങ്ഡവും രൂപം കൊള്ളുന്നു. ഇനി അടുത്തത് എങ്ങനെയാണ്? ജീനസുകൾ ചേർന്ന് ഫാമിലിയും, ഫാമിലികൾ ചേർന്ന് ഓർഡറും, ഓർഡറുകൾ ചേർന്ന് ക്ലാസും, ക്ലാസുകൾ ചേർന്ന് ഫൈലവും, ഫൈലങ്ങൾ ചേർന്ന് കിങ്ഡവും രൂപം കൊള്ളുന്നു. വർഗീകരണത്തിലെ ഏറ്റവും ഉയർന്ന തലം ഏതാണ്? കിങ്ഡമാണ്. ഏറ്റവും താഴ്ന്നത് അല്ലെങ്കിൽ അടിസ്ഥാന തലം എന്ന് പറയുന്നത് സ്പീഷ്യസ് ആണ്. ഉയർന്നത് ഏതാണ്? കിങ്ഡമാണ്. ഉദാഹരണമായിട്ട് ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കേ. മാർജാര വർഗത്തിൽപ്പെട്ട പൂച്ചയുടെ വർഗീകരണ തലങ്ങളാണ്. ആദ്യത്തെ കിങ്ഡം അനിമേലിയ. ഇതിലാരൊക്കെയാന്ന് നോക്കിക്കേ. എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന തലമാണ് ഏത്? കിങ്ഡം അനിമേലിയ. ഫൈലം കോർഡേറ്റ. നട്ടലുള്ള ജന്തുക്കൾ മാത്രം ഉൾപ്പെടുന്നു. അടുത്തത് ക്ലാസ് മമേലിയ. കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന നട്ടലുള്ളവ. ഓർഡർ കാർണിവോറ. മമേലിയ ക്ലാസിൻ്റെ സവിശേഷതകൾക്ക് ഒപ്പം മാംസം കടിച്ചു കീറാവുന്ന പല്ലുകളുള്ള സസ്തനികൾ. അടുത്തത് ഫാമിലി ഫെലിഡേ. കാർണിവോറ ഓർഡറിൻ്റെ സവിശേഷതകൾക്കൊപ്പം കാലിൽ ഉൾവലിക്കാവുന്ന നഖങ്ങളുള്ളവ. അടുത്തത് ജീനസ് ഫെലിസ്. ഫെലിഡേ ഫാമിലിയുടെ സവിശേഷതകൾ കാണിക്കുന്നു. ചെറിയ ശരീരം, ഗർജിക്കാത്തവ. സ്പീഷ്യസ് ഡൊമസ്റ്റിക്കസ്. ഫെലിസ് ജീനസിൻ്റെ സവിശേഷതകൾക്കൊപ്പം പൂച്ചയുടെ തനത് സവിശേഷതകളും കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ മർജാര വർഗത്തിൽപ്പെട്ട പൂച്ചയുടെ വർഗീകരണ തലങ്ങളാണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കാൾ ലിയനസിൻ്റെ വർഗീകരണം, അപ്പോൾ ജന്തുക്കളെ ഇങ്ങനെയാണ് അദ്ദേഹം വർഗീകരിച്ചത്. ഇതേപോലെ തന്നെയാണ് സസ്യങ്ങളെയും വർഗീകരണം, അതായത് സസ്യങ്ങളുടെ വർഗീകരണ തലങ്ങളും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു? സ്പീഷ്യസ് മുതൽ കിങ്ഡം വരെ ഉള്ള തലങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കാൾ ലിയനസ് സസ്യങ്ങളെയും വർഗീകരിച്ചത്. അപ്പോൾ അടിസ്ഥാന തലങ്ങളായിട്ട് ഉപയോഗിച്ചത് ഇത് തന്നെയായിരുന്നു. അതായത് സ്പീഷ്യസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം, ഇങ്ങനെ തന്നെയാണ് സസ്യങ്ങളെയും കാൾ ലിയനസ് തരംതിരിച്ചത്. അപ്പോൾ അതിനകത്ത് ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് തെങ്ങിൻ്റെ വർഗീകരണ തലങ്ങളാണ്. അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കേ. തെങ്ങിൻ്റെ വർഗീകരണ തലങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്പീഷ്യസ് എന്ന് പറയുമ്പോൾ ന്യൂസിഫറ, ജീനസ് കൊക്കോസ്, ഫാമിലി അരക്കേസിയ, സീരീസ് കാലിസിനെ, ക്ലാസ് മോണോകോട്ടിലിഡിനെ, ഫൈലം ആൻജിയോസ് പെമോഫൈറ്റ, കിങ്ഡം പ്ലാന്റ്. അതുപോലെ തന്നെ നമുക്ക് മാവിൻ്റെയും കൂടി നോക്കാം കേട്ടോ. മാവിൻ്റെ സ്പീഷ്യസ് ഏതാണ്? ഇൻഡിക്ക, ജീനസ് മാഞ്ചിഫെറ, ഫാമിലി അനാകാർഡിയേസിയ, സീരീസ് സാപ്പിൻഡെയിൽസ്, ക്ലാസ് ഡൈക്കോട്ടിലിഡിനെ, ഫൈലം ആൻജിയോസ്പെർമോഫൈറ്റ, കിങ്ഡം പ്ലാന്റ്.
അതുപോലെ തന്നെ നമ്മുടെ ജീവിവർഗങ്ങൾ പല ടൈപ്പിൽ, അതായത് ഒരു പ്രദേശത്ത് വിളിക്കുന്ന പേരായിരിക്കില്ല അല്ലേ മറ്റൊരു പ്രദേശത്ത്. അതുപോലെ തന്നെ പല സാധനങ്ങൾ, ഇപ്പോൾ ചെടികളാണെങ്കിലും ശരി, ഇപ്പം നമ്മുടെ പ്രദേശത്ത് അറിയപ്പെടുന്നതായിരിക്കില്ല മറ്റൊരു പ്രദേശത്ത് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പപ്പായേനെ നമ്മൾ പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. ചില സ്ഥലത്ത് എന്തറിയപ്പെടും, കപ്ലങ്ങ എന്ന് പറയും, കറുമൂസ എന്ന് പറയും, ചിലർ പറയും ഓമയ്ക്ക എന്ന് പറയും. ഇനി വേറെ പേരിലും അറിയപ്പെടുന്നത് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. നമ്മൾ കപ്പങ്ങ എന്നും കൂടി പറയും കേട്ടോ. പപ്പായേനെ കപ്പങ്ങ, നമ്മുടെ നാട്ടിൽ പറയുന്നത് കപ്പങ്ങ എന്നാണ്. അപ്പോൾ പപ്പായ, കപ്പങ്ങ, കറുമൂസ്, ഓമയ്ക്ക എന്നൊക്കെ നമ്മുടെ പപ്പായേനെ പറയുന്നതാണ്. അപ്പോൾ കൂട്ടുകാർ ഇനിയിപ്പോൾ ഏത് സ്ഥലത്തുള്ളവരാണ്, കൂട്ടുകാരുടെ നാട്ടിൽ പപ്പായേനെ വേറെ പേരിലാണ് പറയുന്നതെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഉപ്പനെ പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഉപ്പൻ തന്നെയാണ് പറയുന്നത്. ചിലർ പറയും ചെമ്പോത്തെന്ന് പറയും, ചിലർ പറയും ചകോരം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതും വേറെ രീതിയിലാണ് പറയണമെങ്കിൽ കൂട്ടുകാർ അതും താഴെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ. കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ആദ്യ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്, മലബാറിൻ്റെ ഉദ്യാനം. ലാറ്റിൻ ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. 1678 മുതൽ 1693 വരെയുള്ള കാലഘട്ടത്തിൽ നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്ന് 12 വാല്യങ്ങളായിട്ട് പുറത്തിറങ്ങി. ഈ ഗ്രന്ഥരചനയ്ക്ക് നേതൃത്വം നൽകിയത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ കൊച്ചിയിൽ ഗവർണറായിരുന്ന വാൻ റീഡാണ്. കൊല്ലാട്ട് ഇട്ടി അച്യുതൻ വൈദ്യർ, രംഗഭട്ട്, വിനായകഭട്ട്, അപ്പുഭട്ട് തുടങ്ങിയ തദ്ദേശീയ പണ്ഡിതർ ഗ്രന്ഥരചനയിൽ നിർണായക സംഭാവനകൾ നൽകിയിട്ടുണ്ട്. സസ്യജാലങ്ങളെ തരംതിരിച്ച് ചിത്രങ്ങളും പ്രാദേശിക പേരുകളും ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഏത്? ഹോർത്തൂസ് മലബാറിക്കസ്. കാൾ ലിനസിനെ വളരെയധികം സ്വാധീനിച്ച പുസ്തകങ്ങളിലൊന്നാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത് ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ചിട്ട്? ഹോർത്തൂസ് മലബാറിക്കസിലാണ്, ആ ഒരു ഗ്രന്ഥത്തിലാണ് കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? ലാറ്റിൻ ഭാഷയിലാണ്. ഇതിന് നേതൃത്വം കൊടുത്തത്, ഈ ഒരു ഗ്രന്ഥരചനയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ കൊച്ചിയിൽ ഗവർണറായിരുന്ന അഡ്മിറൽ വാൻ റീഡാണ്. ഇനി ഇതിനെ സഹായിച്ച മറ്റ് പണ്ഡിതരാരൊക്കെയാണ്? കൊല്ലാട്ട് ഇട്ടി അച്യുതൻ വൈദ്യർ, രംഗഭട്ട്, വിനായകഭട്ട്, അപ്പുഭട്ട്. ഇനി ഇതിനകത്ത് എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? സസ്യജാലങ്ങളെ തരം തിരിച്ച് ചിത്രങ്ങളും അതുപോലെ തന്നെ പ്രാദേശിക പേരുകളും നൽകിയിട്ടുണ്ട്. ഇനി മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥമാണ്, മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം കൂടിയാണ് ഏത്? ഹോർത്തൂസ് മലബാറിക്കസ്. കാൾ ലിനസിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒരു പുസ്തകം കൂടിയാണ് ഏത് പുസ്തകം? ഹോർത്തൂസ് മലബാറിക്കസ്. അപ്പോൾ അത് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് ദ്വിനാമ പദ്ധതി, ബൈനോമിയൽ നോമൻക്ലേച്ചർ. എന്താണ് ദ്വിനാമ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരേ ജീവി പല ഭാഷകളിലും പല പ്രദേശങ്ങളിലും പല പേരിൽ അറിയപ്പെടുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായി ആവിഷ്കരിച്ചതാണ് ദ്വിനാമ പദ്ധതി, അതായത് 2 നാമ പദ്ധതി. ഇതാരാണ് ആവിഷ്കരിച്ചത്? കാൾ ലിനസ് ആണ്. 2 പദങ്ങൾ ചേർത്തുള്ള ശാസ്ത്രീയ നാമകരണമാണ് ദ്വിനാമ പദ്ധതി എന്ന് അറിയപ്പെടുന്നത്. ശാസ്ത്രീയ നാമത്തിലെ ആദ്യ പദം ജീനസിനെയും രണ്ടാം പദം സ്പീഷീസിനെയും സൂചിപ്പിക്കുന്നു. ഇങ്ങനെ പേര് നൽകുമ്പോൾ ഒരു ജീവിയുടെ ശാസ്ത്രീയ നാമം ലോകത്തെല്ലായിടത്തും എങ്ങനെയായിരിക്കും? ഒന്ന് തന്നെയായിരിക്കും. ദ്വിനാമ പദ്ധതി അനുസരിച്ച് മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം എങ്ങനെയാണ്? മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം ഹോമോ സാപ്പിയൻസ് എന്നാണ്. മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഹോമോ സാപ്പിയൻസ് എന്നാണ്. അപ്പോൾ ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചത് ആരാണ്? കാൾ ലിനസ് ആണ്. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവും ആര് തന്നെയാണ്? കാൾ ലിനസ് ആണ്. ഇനി കുറച്ച് നമുക്ക് ശാസ്ത്രീയ നാമങ്ങൾ നോക്കി വെക്കാം. ഒരു ജീവിയും അതുപോലെ തന്നെ അതിൻ്റെ ശാസ്ത്രീയ നാമം നോക്കാം. അപ്പോൾ ഈ ഒരു ചാർട്ടിലേക്ക് നോക്കിക്കേ. ജീവിവർഗം ആദ്യത്തെ മനുഷ്യനെ നമ്മൾ പഠിച്ചു. ഏതാണ്? ഹോമോ സാപ്പിയൻസ്. ആന എലിഫസ് മാക്സിമസ്, മയിൽ പാവോ ക്രിസ്റ്റാറ്റസ്, നായ കാനിസ് ഫെമിലിയാരിസിസ്, പശു ബോസ് ടോറസ്, ചെമ്പരത്തി ഹിബിസ്കസ് റോസാസൈൻസിസ്, തെങ്ങ് കൊക്കോസ് നുസിഫറ, ആര്യവേപ്പ് അസറിഡക്റ്റ ഇൻഡിക്ക, നെല്ല് ഒറൈസ സറ്റൈവ, കണിക്കൊന്ന കാസിയ ഫിസ്റ്റുല, കാക്ക കോർവസ് സ്പ്ലെയിൻഡൻസ്,
പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ്, പ്ലാവ് ആർഡോ കാർപ്പസ് ഹെഡ്രോഫില്ലസ്, മാവ് മാഞ്ചിഫെറ ഇൻഡിക്ക. ഒന്നുകൂടി പറയാം. മനുഷ്യൻ ഹോമോസാപ്പിയൻസ്, ആന എലിഫസ് മാക്സിമസ്, മയിൽ പാവോ ക്രിസ്റ്റാസ്റ്റസ്, നായ കാനിസ് ഫെമിലിയാരിസ്, പശു ബോസ് ടോറസ്, ചെമ്പരത്തി ഫിബിസ്കസ് റൊസൈൻസിസ്, തെങ്ങ് കൊക്കോസ് ന്യൂസിഫറ, ആര്യവേപ്പ് അസഡിറക്റ്റ ഇൻഡിക്ക, നെല്ല് ഒറൈസ സറ്റേവ, കണിക്കൊന്ന കാസിയ ഫിസ്റ്റുല, കാക്ക കോർവസ് സ്പ്ലെൻഡൻസ്, പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ്, പ്ലാവ് ആർട്ടോകോർപ്പസ് ഹെട്രോഫില്ലസ്, മാവ് മാഞ്ചിഫെറ ഇൻഡിക്ക. മുമ്പ് നിലവിലുണ്ടായിരുന്ന 2 കിങ്ഡം വർഗീകരണ രീതി അനുസരിച്ച് ജീവജാലങ്ങളെ പ്ലാന്റ് എന്ന് പറയുന്നത് സസ്യലോകവും അനിമേലിയ ജന്തുലോകവും എന്നിങ്ങനെ 2 വലിയ വിഭാഗങ്ങളിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. പിന്നീട് ജീവികളെ 5 കിണ്ഡങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ജീവികളെ 5 കിണ്ഡങ്ങളായിട്ട് തരംതിരിച്ചത് റോബർട്ട് എച്ച് വിറ്റാഗർ ആണ്. ആരാണ് ജീവികളെ 5 കിണ്ഡങ്ങളായിട്ട് തരംതിരിച്ചത്? റോബർട്ട് എച്ച് വിറ്റാഗർ, അമേരിക്കൻ സസ്യശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ വർഗീകരണം ഇങ്ങനെയാണ്. കിണ്ഡം, ഉൾപ്പെടുന്ന ചില ജീവികൾ, സവിശേഷതകൾ. കിണ്ഡത്തിൽ ആദ്യം വരുന്നത് മൊറീന, ഉൾപ്പെടുന്ന ജീവി ബാക്ടീരിയയാണ്. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ്. ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ്. അതിൻ്റെ കിണ്ഡം ഏതാണ്? മൊറീനയാണ്. അടുത്തത് പ്രൊട്ടിസ്റ്റ, അമീബയാണ്. ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവിയാണ്. അപ്പോൾ ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികളാണ് അമീബ. ഏതാണ് അവരുടെ കിണ്ഡം? പ്രൊട്ടിസ്റ്റ. അടുത്തത് ഫംജൈ, കുമിളുകളാണ്. സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ജീവികൾ അല്ലെങ്കിൽ ബഹുകോശ ജീവികൾ. ഫംജൈ കുമിളുകളാണ്. സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ജീവികൾ അല്ലെങ്കിൽ ബഹുകോശ ജീവികളുമുണ്ട്. അടുത്ത പ്ലാന്റ്, സസ്യങ്ങളാണ് പ്ലാന്റിൽ വരുന്നത്. സ്വപോഷികളും സഞ്ചാരശേഷി ഇല്ലാത്തതുമായ ബഹുകോശ ജീവികൾ. അനിമേലിയ ജന്തുക്കൾ, പരപോഷികളും സഞ്ചാരശേഷി ഉള്ളവയുമായ ബഹുകോശ ജീവികളാണ്. ഇനി മൊറീന എന്ന കിണ്ഡത്തെ വീണ്ടും വിഭജിച്ച് ആർക്കിയ, ബാക്ടീരിയ എന്ന് 2 കിണ്ഡങ്ങളാക്കി. മൊറീന എന്ന് പറഞ്ഞ ആ ഒരു കിണ്ഡത്തെ വീണ്ടും എന്തായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു? ആർക്കിയ എന്നും ബാക്ടീരിയ എന്നും 2 കിണ്ഡങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. കൂടാതെ കിണ്ഡത്തിനു മുകളിലായി ഡൊമൈൻ എന്നൊരു വർഗീകരണ തലം കൂടി കൂട്ടിച്ചേർത്തു. ജീവികളെ 6 കിണ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ചത് ആരാണ്? നമ്മുടെ ക്വസ്റ്റ്യൻ അതായിരുന്നു. ഏതായിരുന്നു? കാൾ വൗസ് ആയിരുന്നു. ജീവികളെ 6 കിണ്ഡം ആയിട്ട് വർഗീകരിച്ചത്, ആ വർഗീകരണ പദ്ധതി 6 കിണ്ഡം വർഗീകരണ പദ്ധതി കൊണ്ടുവന്നത് ആരാണ്? കാൾ വൗസ് ആണ്. അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ്. ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിക്കേ. നമ്മൾ കിണ്ഡത്തെ 2ആയിട്ട് തിരിച്ചിരുന്നു. മൊറീന എന്ന കിണ്ഡത്തെ എങ്ങനെ തിരിച്ചു? നമ്മൾ ആർക്കിയ എന്നും ബാക്ടീരിയ എന്നും തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, കിണ്ഡം ബാക്ടീരിയ, കിണ്ഡം ആർക്കിയ. ഇനി ഇപ്പുറത്തോട്ട് നോക്കിക്കേ. കിണ്ഡം പ്രോട്ടിസ്റ്റ, കിണ്ഡം ഫംജൈ, കിണ്ഡം പ്ലാന്റ്, അനിമേലിയ. ഇങ്ങനെയാണ് 6 കിണ്ഡം വർഗീകരണം ചെയ്തിരിക്കുന്നത്. ഇനി മനുഷ്യൻ്റെ 6 കിണ്ഡം വർഗീകരണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ദേ നോക്കിക്കേ. സ്പീഷ്യസ്, ഏതാണ് സ്പീഷ്യസ്? സാപ്പിയൻസ്, ജീനസ് ഹോമോ, ഫാമിലി ഹോമിനിഡെ, ഓർഡർ പ്രൈമേറ്റ്സ്, ക്ലാസ് മമേലിയ, ഫൈലം കോർഡേറ്റ്, കിങ്ഡം അനിമേലിയ, ഡൊമൈൻ യൂക്കാരിയ. ഓക്കെ, ഒന്നുകൂടി പറയാം. മനുഷ്യൻ്റെ 6 കിങ്ഡം വർഗീകരണമാണ് കൊടുത്തിരിക്കുന്നത്. സ്പീഷ്യസ് ഏതാണ്? സാപ്പിയൻസ്, ജീനസ് ഹോമോ, ഫാമിലി ഹോമിനിഡെ, ഓർഡർ പ്രൈമേറ്റ്സ്, ക്ലാസ് മമേലിയ, ഫൈലം കോർഡേറ്റ്, കിങ്ഡം അനിമേലിയ, ഡൊമൈൻ യൂക്കാരിയ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.